നമസ്കാരം. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുണ്ട്. അവയെ നമ്മൾ പലപ്പോഴും വിളിക്കാറുള്ളത് ബ്ലേഡ് കമ്പനികൾ എന്നാണ്. ഈ ബ്ലേഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് തന്നെ കഴുത്തറപ്പൻ പലിശയായിരിക്കും അവിടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ മുതലും പലിശയുമൊക്കെ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ആസ്തികൾ പലപ്പോഴും ഒരു നേരത്തെ എഴുതി വാങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇതെല്ലാം വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുള്ള കഥകൾ ധാരാളമാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ബാങ്കുകളെ സമീപിക്കുമ്പോൾ അവിടെ നിന്നൊരു ലോൺ അനുവദിക്കുന്നതിനൊക്കെ ഉണ്ടാകുന്ന കാലതാമസം പരിഗണിച്ചായിരിക്കാം പലരും ഈ ബ്ലേഡുകളെ ആശ്രയിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ലോകത്തെ പല ദരിദ്ര രാജ്യങ്ങളുടെയും അവസ്ഥ. അവരും പല രാജ്യങ്ങളിൽ നിന്നും കടം വാങ്ങിയാണ് അവരുടെ നിത്യദാന ചെലവുകൾ കഴിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രമുഖ രാജ്യം ചൈനയാണ്. ചൈനയോട് ആര് കടം ചോദിച്ചാലും കടം കൊടുക്കും. പക്ഷേ കടം കൊടുക്കുന്നവൻ പിന്നീട് ആ രാജ്യത്തിൻ്റെ സകല ആസ്തിയും ചൈനയ്ക്ക് എഴുതി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് നിലവിലെ അവരുടെ അവസ്ഥ. ഇത് സംബന്ധിച്ച ഒരു പഠന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 75ഓളം രാജ്യങ്ങൾ, ദരിദ്ര രാജ്യങ്ങൾ, ചൈനയുടെ പണം വാങ്ങി ഇപ്പോൾ അവരുടെ കടക്കാരായി മാറിയിരിക്കുകയാണ്. ചൈന വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും അതുപോലെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുമെല്ലാം, അതായത് തങ്ങളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ചതെല്ലാം തന്നെ സ്വന്തമാക്കാൻ ഇപ്പോൾ ചൈന നീക്കം നടത്തുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അടുത്ത 10 വർഷത്തോളം കാലം ചൈന ഇനി ആർക്കും അങ്ങോട്ട് കടം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് എന്ന് പറയപ്പെടുന്നുണ്ട്. പകരം ഈ കൊടുത്ത പൈസ എങ്ങനെ തിരികെ ഈടാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ചിന്ത. അതിനുള്ള എല്ലാ വഴികളും ചൈനയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. സാമം ഭേദം ദാനം ദണ്ണം എന്ന് പറയുന്നത് പോലെ വേണ്ടി വന്നാൽ ഭീഷണി വരെ മുഴക്കി ഇതെല്ലാം സ്വന്തമാക്കാൻ അവർക്ക് കഴിയും. നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്ക തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്ന്. ശ്രീലങ്കയിൽ മനുഷ്യന് കടന്നുചെല്ലാൻ പോലും കഴിയാത്ത കാട്ടിനുള്ളിൽ അന്താരാഷ്ട്ര വിമാനത്താവളം വയ്ക്കാൻ പോലും പണം കൊടുത്ത രാജ്യമാണ് ചൈന. പക്ഷേ ഒടുവിൽ അവിടെ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. അതുപോലെ മാലദ്വീപിനും ഇതേ അവസ്ഥ തന്നെ നേരിട്ടു. ഇപ്പോൾ 75 രാജ്യങ്ങളാണ് ഈ ഒരു ഭീകരാവസ്ഥ നേരിടുന്നത്. ഉദാഹരണമായി ലാവോസിൻ്റെ കാര്യമാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഈ രാജ്യം നിരവധി കോടികളാണ് ചൈനയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ തിരികെ കൊടുക്കാൻ അവർക്ക് സ്ഥിതിയില്ല. പ്രധാനമായും ചൈന ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതൊക്കെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ മുതൽ മുടക്കാനും മറ്റ് വ്യവസായ സംരംഭങ്ങളിലും തുറമുഖം, അതുപോലെ വിമാനത്താവളം തുടങ്ങിയവയിലൊക്കെ തന്നെ പണം ചെലവാക്കാനുമാണ്. ഈ ദരിദ്ര രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പലപ്പോഴും വലിയ അഴിമതിക്കാരായിരിക്കും. ഈ കടം വാങ്ങിയ പണത്തിൽ നിന്ന് പോലും പൈസ തട്ടിയെടുക്കുന്ന ആളുകളും ഉണ്ട്. ഇതൊക്കെ വിദേശ ബാങ്കുകൾ അവർ നിക്ഷേപിക്കുകയും ഒരു ഘട്ടമെത്തുമ്പോൾ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. പിന്നെ തുടർന്നെത്തുന്ന ഭരണാധികാരികൾക്ക് എങ്ങനെ ഈ കടം വീട്ടണം എന്നറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചൈന പതുക്കെ അവിടേക്ക് കടന്നു കയറി ഇതെല്ലാം അവരുടെ സ്വന്തമാക്കുകയും ചെയ്യും. ഇങ്ങനെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും വ്യവസായ സംരംഭങ്ങളും എല്ലാം സ്വന്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ ചൈന ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആയിരക്കണക്കിന് കോടി ഡോളറാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയിൽ നിന്ന് വായ്പയായി വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ, അതുപോലെ ഇന്തോനേഷ്യ തുടങ്ങിയ അവരുമായി വളരെ മികച്ച ബന്ധം സ്ഥാപിച്ചിട്ടുള്ള, അതായത് പങ്കാളിത്തമുള്ള രാജ്യങ്ങൾ മുതൽ ആഫ്രിക്കയിലെ വളരെ ദരിദ്രമായ സാഹചര്യങ്ങൾ കഴിയുന്ന രാജ്യങ്ങൾ വരെ ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ തങ്ങളുടെ ഇംഗിതം നടപ്പാക്കാനാണ് ഇപ്പോൾ ചൈന ശ്രമിക്കുന്നത്. മാത്രവുമല്ല, ഈ പല ആഫ്രിക്കൻ രാജ്യങ്ങളും അവർക്ക് ധാതു സമ്പത്തുകളാൽ ഏറെ സമൃദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കാനും ചൈന ഇപ്പോൾ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അതായത് വളരെ ചെറിയ തുക മുടക്കി വലിയ ലാഭം കൊയ്യുക എന്ന നമ്മുടെ നാട്ടിലെ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ മറ്റൊരു പതിപ്പായി ചൈന മാറുകയാണ്. നമ്മുടെ നാട്ടിൽ പലരും ചങ്കര ചൈന എന്ന് ചൈനയെ വിശേഷിപ്പിക്കുകയും ചൈന എൻ്റെ രാജ്യമാണ്, അവർ കൺട്രി എന്ന് പോലും വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരുള്ള ഇന്ത്യയിൽ ഏതായാലും ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊന്നും തന്നെ നമ്മൾ ഇത്രയും കാലം നടത്തിയിട്ടില്ല. ഗതികേടിലായ രാജ്യങ്ങളെ എന്നും നമ്മൾ സഹായിച്ചിട്ടേ ഉള്ളൂ ഇന്ത്യ. ഒരു കാലത്ത് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ ശ്രീലങ്കയ്ക്ക് പോലും ഒടുവിൽ നിൽക്കക്കളിയില്ലാതെ വന്നപ്പോൾ സഹായം എത്തിച്ചത് ഇന്ത്യയാണ്. അതുപോലെ നമ്മുടെ അയൽരാജ്യങ്ങളിലൊക്കെ തന്നെ എന്ത് ദുരന്തമുണ്ടായാലും ആദ്യം സഹായം എത്തിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ എത്തിയപ്പോൾ അവർക്ക് സഹായവുമായി കൂട്ടിനെത്തിയ തുർക്കിക്ക് പോലും അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ കേരള സർക്കാർ പോലും 10 കോടി രൂപ നൽകിയിരുന്ന കാര്യം നമ്മൾ ഓർക്കുക. എന്നാൽ ചൈനയെ സംബന്ധിച്ച് അവർ ആർക്കെങ്കിലും 10 രൂപ കൊടുത്താൽ അതിനെ 100 1000 ആക്കി മാറ്റി തിരികെ കിട്ടാനുള്ള സകല വിദ്യകളും അവർക്കറിയാം. മാത്രമല്ല, അവർ വലിയൊരു പ്രതിരോധ ശക്തി കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ദരിദ്രരായ രാജ്യങ്ങളെ, പലപ്പോഴും വികസ്വര രാജ്യങ്ങളായിരിക്കും ഇവയെ ഭീഷണിപ്പെടുത്തിയും മിരട്ടിയും എല്ലാമാണ് ഈ ആസ്തികളെല്ലാം ചൈന ഇപ്പോൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അടുത്ത 10 വർഷക്കാലം ഈ 75 രാജ്യങ്ങളുടെയും കാര്യം കഷ്ടത്തിലാവാൻ തന്നെയാണ് സാധ്യത. കാരണം അവരുടെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും വലിയ വ്യവസായ ശാലകളും എല്ലാം തന്നെ ചൈനയ്ക്ക് എഴുതി കൊടുക്കേണ്ടി വരും. ഒപ്പം
ധാതു സമ്പത്തുകൾ കൊണ്ട് സമർത്ഥമായ രാജ്യങ്ങൾക്ക് അവരുടെ ധാതു സമ്പത്തും ചൈനയ്ക്ക് തന്നെ നൽകേണ്ടി വരും. ഏതായാലും അമേരിക്കയെ കടത്തിവെട്ടി ലോകത്തെ നമ്പർ 1 ആകാനുള്ള ചൈനയുടെ നീക്കങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഗൂഢ ലക്ഷ്യങ്ങളിലൂടെ സാധ്യമാക്കിയെടുക്കാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട്.